അമ്മു, ആ ഞാനിങ്ങോട്ട് വരുന്നത് ചേച്ചി കണ്ടോ? അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വരുമോ? ആഹാ, ചെടി വളരാൻ തുടങ്ങിയല്ല. ഉടനെ ഒന്നും മുട്ടിടില്ലെന്ന് തോന്നുന്നു. നമുക്ക് കാത്തിരിക്കാം ചേച്ചി. അമ്മു സഞ്ജുവിന്റെ മനസ്സ് അറിഞ്ഞു ചെയ്തു. ഈ ചെടി കാണുമ്പോ സഞ്ജു അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്നോ. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടവരാവുന്നത്. എന്റെ ഇപ്പോഴത്തെ സന്തോഷം എന്താണെന്നോ, അമ്മുവിനെ സഞ്ജു അംഗീകരിച്ചു തുടങ്ങിയെന്നുള്ളതാ. മുമ്പൊക്കെ നീ എന്റെ അനിയത്തിന്ന് ഞാൻ സഞ്ജുവിനോട് പറയുമ്പോ എനിക്ക് വേണ്ടി അത് ശരിവെച്ച് തരിക മാത്രമായിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ച് നീ ആരും അല്ലല്ലോ. പക്ഷെ ഇപ്പൊ സ്ഥിതി അതല്ല. നീ ഇവിടെ നിന്ന് പോയപ്പോ നിന്റെ വില സഞ്ജു അറിഞ്ഞു. പിന്നെ അച്ഛന്റെ ഓർമ്മയ്ക്കായി ഈ ചെടി നട്ടതും കമ്പനിയുടെ പ്രശ്നങ്ങള് നീ കാരണം പരിഹരിക്കപ്പെടുക കൂടി ചെയ്തപ്പോ എന്തിനാ ഞാൻ എന്റെ അനിയത്തിയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതെന്ന് സഞ്ജുവിന് ബോധ്യപ്പെട്ടു. ചേച്ചി, അതൊന്നുമല്ല പരിഹരിക്കപ്പെടേണ്ടത്. അമ്മയുടെ മനസ്സിലെ വേദന എന്താന്ന് ഇപ്പോഴും ചേച്ചിയുടെ ആൾക്ക് മനസ്സിലായിട്ടില്ല. അമ്മ എങ്ങനെ രോഗിയായെന്ന് പോലും. അമ്മുവിനോട് സഞ്ജുന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അമ്മ പറയുന്നു ചേച്ചി കരുതുന്നുണ്ടോ? 19 വർഷമായി അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആണ്ടുബലി നടത്തിയിട്ട്. അച്ഛനെ ഓർത്ത് അഭിമാനിക്കുകയും അച്ഛന്റെ ഓർമ്മകളിൽ ജീവിക്കുകയും ചെയ്യുന്ന മകൻ അതിന് മാത്രം ശ്രമിക്കുന്നില്ല. സഞ്ജു ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് നിനക്കറിയില്ലേ? ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് എന്ത് ആചാര അനുഷ്ഠാനങ്ങളാ ഉള്ളത്? മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ കൂട്ടുപോവാനും പൂജകൾ നടത്താനും സഹായം ചെയ്യാമെങ്കിൽ ഇതും കൂടി ചെയ്താൽ എന്താ? അമ്മയ്ക്ക് വേണ്ടിയെന്ന് കരുതണം. അദ്ദേഹത്തെ കൊണ്ട് വരാൻ പോകുന്ന ആണ്ടുബലി കഴിപ്പിക്കാൻ ചേച്ചിയെ കൊണ്ട് കഴിയും. ചേച്ചിക്ക് മാത്രമേ അതിന് കഴിയൂ. മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത കാര്യം എങ്ങനെ അടിച്ചേൽപ്പിക്കും അമ്മോ? ചേച്ചിക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? ചേച്ചി വാ. ഇവിടെ ഇങ്ങനൊരു റൂമുണ്ടോ? ഇതാരുടെ ഫോട്ടോയോ? അതൊക്കെയുണ്ട്. പറയമ്മോ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫോട്ടോയാ ഇത്. സത്യമാണോ അമ്മോ? അതെ ചേച്ചി. ഞാൻ ആദ്യമായിട്ടാ സഞ്ജുന്റെ അച്ഛന്റെ ഫോട്ടോ കാണുന്നത്. ഈ മുറിയിലെ അച്ഛന്റെ ഫോട്ടോ ഉള്ള വിവരം അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. സഞ്ജുന് അറിയില്ലെന്നോ? ഞാനിത് വിശ്വസിക്കില്ല അമ്മോ. കഴിഞ്ഞ 19 വർഷമായി ഈ മുറി അടഞ്ഞു കിടക്കുമായിരുന്നു. ഒരാളൊഴികെ മറ്റൊരാളും ഈ മുറിയിൽ വരില്ലായിരുന്നു. ആരുടെയും കണ്ണിപ്പെടാതെ രാത്രികാലങ്ങളിൽ അമ്മ ഈ മുറിയിൽ വന്ന് ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് കരയും. സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ സ്വാതന്ത്ര്യത്തോടെ കാണാനോ വിളക്ക് വെക്കാനോ കഴിയാതെ കരഞ്ഞു തീർത്ത ജീവിതം അമ്മയുടേത്. നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം. എല്ലാത്തിനും സാക്ഷിയായി അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. രാത്രികാലങ്ങളിൽ ഈ മുറിയിൽ കരഞ്ഞും നിലത്ത് തളർന്നു കിടന്നും അമ്മയ്ക്ക് കിട്ടിയതാ ആ നശിച്ച രോഗം. ചേച്ചി ഇപ്പൊ കാണുന്ന പോലെയൊന്നും അല്ലായിരുന്നു ഈ മുറി. അമ്മുവാണ് ഈ മുറി വൃത്തിയാക്കിയത്? അതെ ചേച്ചി. സഞ്ജു എന്താ ഈ വിവരം അറിയാതെ പോയത്? എല്ലാം ഞാൻ ചേച്ചിയോട് പറയാം. നമ്മൾ അധികം നേരം മുറിയിൽ നിൽക്കാൻ പാടില്ല. ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. സഞ്ജു വരുമ്പോ
എനിക്കിവിടെ കൂട്ടിക്കൊണ്ട് വരണം. ചേച്ചി ഇതെന്നെ പറയുന്ന എനിക്കറിയായിരുന്നു. ഈ ഫോട്ടോയും അദ്ദേഹത്തിന്റെ അച്ഛൻ്റെതായ എല്ലാ വസ്തുക്കളും ഇവിടെ എത്താനുള്ള കാരണം അറിഞ്ഞാൽ ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കും. ഇപ്പൊ ഈ കാര്യം പുറത്തു വന്ന ഇവിടെ വലിയ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അച്ഛന്റെ ഒരാണ്ടുബലിക്കാം ഈ ഫോട്ടോ ഈ മുറിക്കുള്ളിൽ സ്ഥാനം പിടിക്കുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ആണ്ടുബലിക്ക് ഈ ഫോട്ടോ പുറത്തു കൊണ്ടുവരണം. ചേച്ചിയുടെ ആള് പോലും അറിയാതെ വേണം ചേച്ചി അത് ചെയ്യാൻ. അതുവരെ ഇവിടെ കണ്ടതൊന്നും ആരോടും പറയില്ലെന്ന് ചേച്ചി എനിക്ക് വാക്ക് തരണം. നിന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഹലോ, ക്ലാസിക് ഫ്രെയിം സ്റ്റുഡിയോ അല്ലേ? അതെ, പറയൂ മാഡം. ഞാൻ കുറച്ച് പഴക്കമുള്ള ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങൾക്കത് നല്ല ക്ലാരിറ്റിയിൽ ചെയ്തു തരാൻ പറ്റുമെന്ന് അറിയാൻ വിളിച്ചതാ. അതിനെന്താ മാഡം, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ പഴയ ഫോട്ടോ ചെയ്തു തരാം. എത്ര പഴക്കമുള്ളതാണേലും പ്രശ്നമില്ല, മാഡം അയച്ചോളൂ. താങ്ക് യു. ആ പിന്നെ അതിലൊരു ചിത്രം വലിയ ഫ്രെയിമിൽ വേണം ചെയ്യാൻ. ബാക്കി ചെറിയ ഫ്രെയിമിൽ ലാമിനേറ്റ് ചെയ്താൽ മതി. എന്ത് വേണേലും ചെയ്തു തരാം. മാഡം ഫോട്ടോ അയച്ചോളൂ, അത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ആ ശരി, ഇപ്പൊ തന്നെ അയച്ചു തരാം. ഓ, ഇത് മംഗലശ്ശേരി ഗ്രൂപ്പിന് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദുബായ് ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനി. അവരുടെ കുറച്ച് ഷെയർ വാങ്ങിയാൽ കൊടുക്കുന്ന അവസരം വെറുതെ പാഴാക്കി കളയണോ? എടാ, നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മംഗലശ്ശേരി ഗ്രൂപ്പ് ഷെയർസ് വാങ്ങാറുണ്ട്. പക്ഷേ 100 കോടിയല്ലടാ ഇപ്പം ഇറക്കി കളിക്കേണ്ടത്. എടാ, മംഗലശ്ശേരി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ട് അല്ല. നിനക്ക് താല്പര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എടാ, സിറ്റുവേഷൻ അറിഞ്ഞു വെച്ച് അതിലേക്ക് എടുത്ത് ചാടാൻ പറ്റാഞ്ഞിട്ടാ. ഇപ്പോ 72 പ്രോജക്റ്റുകൾ ഓണാണ്. പിന്നെ കുറച്ച് ഫണ്ടിന്റെ പ്രോബ്ലംസ് കൂടിയുണ്ട്. അതിനൊരു വഴി തേടിക്കൊണ്ടിരിക്കുക ഞാൻ. ഷെയർസ് ഇനി വാങ്ങാലോ. നീ ഇന്നലെ രാത്രി ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തമായൊരു മറുപടി ഞാൻ പറഞ്ഞതാ. എടാ, എന്നിട്ട് ഞാൻ ഫോൺ ചെയ്ത് ഉറപ്പിക്കാൻ കാരണം നിങ്ങളുടെ പ്രതിയോഗികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന റോയൽ ഗ്രൂപ്പ്സ് ആ ഷെയർ വാങ്ങിയെന്ന് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അവർക്ക് പിന്നെ ദുബായിൽ നിന്നാവും ഫണ്ടിംഗ് ഒക്കെ വരിക. എടാ, ഇവിടെ നഷ്ടത്തിലാണെങ്കിലും പുറത്തുനിന്നുള്ള വരവ് വെച്ച് അവരതൊക്കെ ബാലൻസ് ചെയ്യും. എടാ, അത് നിങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടിയാവും. ഏത് ബിസിനസ്സിലായാലും കണ്ണെപ്പോഴും കൂടെ മത്സരിക്കുന്നവരിലായിരിക്കണം. അവർക്ക് വളരാനുള്ളൊരു അവസരം നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അവരെ പിടിമുറുക്കിയ കിട്ടുന്ന പ്രോജക്റ്റ് ചെയ്യാതെ പുറത്തുനിന്നുള്ള പ്രോജക്റ്റുകളൊന്നും ഇവിടെ കിട്ടിയെന്ന് പോലും വരില്ല. തളരാൻ തുടങ്ങുന്നത് അവിടെ നിന്നാ സഞ്ജു. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഏതിനും നീയൊന്ന് നന്നായി ആലോചിക്കും. കവിതാപ്പച്ചിയോടും മുത്തശ്ശിയോടും ഒന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് എന്നെ വിളിക്കേ. ഞാൻ ചെല്ലട്ടെ, എനിക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖം വിനാശായേ സന്ധ്യാദീപം നമോസ്തുതേ. മുത്തശ്ശൻ പൂജാമുറിയിൽ വരുന്നതല്ലോ. മോളി നേരം ഇവിടെ ഉണ്ടാകുമെന്നറിഞ്ഞു വന്നതാ. മോളോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. അത് മറ്റാരും കേൾക്കാൻ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നില്ല.
എന്താ മുത്തശ്ശ? കുടുംബക്ഷേത്രത്തിൽ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മോളെ. എത്രയും വേഗം നീ മടങ്ങി വന്ന നിന്നെ കൊണ്ട് ദേവിക്ക് മുന്നിൽ ഒരു കുങ്കുമാർച്ചന നടത്തിച്ചോളാമെന്ന്. മോള് ആപത്തൊന്നും കൂടാതെ തിരിച്ചു വന്ന നിലയ്ക്ക് ഇനി അത് വൈകാൻ പാടില്ല. കുടുംബ പേര് പറഞ്ഞുള്ള നേർച്ച ഞാൻ തിരുമേനിയെ വിളിച്ചു പറഞ്ഞോളാം. നാളെ രാവിലെ മോള് ക്ഷേത്രത്തിൽ പോയി പ്രസാദം വാങ്ങണം. അത് ഇവിടെ കൊണ്ടുവയ്ക്കണം. അതിനെന്താ മുത്തശ്ശ, ഞാൻ പോയിക്കോളാം. പറഞ്ഞതുപോലെ ചെയ്യാം. ആ, ശ്രീദേവിയെ ഒപ്പം കൂട്ടാൻ നിൽക്കണ്ട. അവൾക്ക് നല്ല സുഖമായിട്ടില്ല. ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട. രാവിലെ അവള് തനിയെ പോയാൽ മതി. പിന്നെ പൂജാമുറിയിൽ എത്തുന്നതുവരെ മോളല്ലാതെ ആരും തിരുമേനി തരുന്ന കുങ്കുമത്തിൽ സ്പർശിക്കരുത്. ഇവിടെ നിൽക്കുമായിരുന്നോ? റൂമിൽ നോക്കിയിട്ട് സഞ്ജുനെ കണ്ടില്ല. മനു പറഞ്ഞതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? സഞ്ജുനെ വിളിച്ചപ്പോ തന്നെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ലേ. പ്രശ്നം ഫണ്ടിന്റേതാണെന്ന് നിനക്കറിയില്ലേ? 100 കോടി ഇപ്പൊ ആലോചിക്കാൻ കഴിയാത്ത കാര്യമല്ലേ സോദി? എന്റെ അമ്മയോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് സഞ്ജുന് സമ്മതമല്ല. എന്തിന് സച്ചിയോട് പറയാനും തയ്യാറല്ല. കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന കരുതി വിട്ടേക്ക്. അല്ലത് ഞാൻ എന്തു പറയാനാ? എടോ, റോയൽ ഗ്രൂപ്പ്സ് ആ ഷെയർ വാങ്ങിയ ശരിക്കും അതൊരു അടി തന്നെയാവും. ഒന്നും മനസ്സിലാക്കാതെ മനു അങ്ങനെ ഒരു സൂചന തരില്ല. സഞ്ജു, ഞാനൊരു സജഷൻ പറയട്ടെ. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ വിൽക്കാമോ? ആ പണം കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഷെയർ വാങ്ങണം. ഈ വിൽപ്പനയും വാങ്ങലും കൊണ്ട് ഗുണം നമുക്കല്ലേ സഞ്ജു? നീ പറഞ്ഞത് നല്ലൊരു ഐഡിയ തന്നെയാ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് നമ്മുടെ ഷെയർ വിറ്റ് പോവോ? ഉറപ്പായിട്ടും മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഷെയർ വിൽക്കാനുണ്ടെന്ന് പുറത്തറിഞ്ഞ ഇന്റർനാഷണൽ കമ്പനികളൊന്നും വാങ്ങാൻ വരില്ലെങ്കിലും ഇവിടെ വാങ്ങാൻ ഉറപ്പായിട്ടും ആളുണ്ടാവും. അത്രയ്ക്കുണ്ട് മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ ഗുഡ്വിൽ. സഞ്ജുവിന്റെ വിശ്വാസക്കുറവൊന്നും വേണ്ട. ആലോചിക്കാനൊന്നും ഇല്ല സഞ്ജു. ഈ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ശരിക്കും പറഞ്ഞ ചെറിയ ഇരയിട്ട് വലിയ മീൻ പിടിക്കുമല്ലേ? ഞാൻ അച്ഛനോട് ഒന്ന് സംസാരിക്കാം. അച്ഛനറിയാത്ത എന്ത് ഷെയർ മാർക്കറ്റാ ഉള്ളത്? ഞാൻ ഇപ്പൊ തന്നെ മനുവായിട്ട് സംസാരിക്കാം. മനു ബുദ്ധിയുള്ളവനാ. ഇതിലൂടെ നിങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസിനും ഗുണകരമാകുമെന്നേ മനു കണക്ക് കൂട്ടുള്ളൂ. ആദ്യം അച്ഛനെ വിളിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മനുവായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാം. ആദ്യം മുത്തച്ഛനോടൊന്ന് സംസാരിക്കണം, അതിനുശേഷം മതി എന്തും. അച്ഛാ, ഇതല്ലേ അച്ഛാ? അച്ഛൻ പ്രഭയൊന്ന് വിളിക്കണേ. പ്രഭയ്ക്ക് എപ്പോ വരാൻ കഴിയുമെന്ന് അറിഞ്ഞ നമുക്കൊരു മുഹൂർത്തം നോക്കി വെച്ചിട്ട് കല്യാണ മണ്ഡപം ബുക്ക് ചെയ്ത് വെക്കാലോ. പ്രഭയുടെ ലീവിനെ പറ്റി കാഞ്ചന നിന്നോട് വലുതും പറഞ്ഞ വസുമതി? ഞാൻ ഈ കാര്യം കാഞ്ചനയോട് സംസാരിക്കുന്നില്ലെന്നാണോ കരുതുന്നത്? അമ്മ മടങ്ങി വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ കാഞ്ചനയോട് പ്രഭയുടെ വരവിന്റെ കാര്യം ചോദിച്ചതാ. അവള് ചാടിക്കടിക്കാനാ വന്നത്. പ്രഭയ്ക്ക് ഉടനൊന്നും ലീവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ദേഷ്യ അവള് കാണിച്ചത്. രാത്രി 10 മണിയാവുമ്പോ അച്ഛൻ പ്രഭയൊന്ന് വിളിക്ക്. അമ്മു ഇറങ്ങിപ്പോയ വിവരമൊക്കെ പ്രഭ അറിഞ്ഞു കാണും. അമ്മു ഇല്ലാതെ വിവാഹം കഴിക്കില്ലെന്ന് ശ്രീകുട്ടി എടുത്ത ശബ്ദമൊക്കെ പ്രഭ അറിയണം. നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. സഞ്ജു ശ്രീകുട്ടിയും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയാൽ മതി എനിക്ക്. അത് മാത്രമല്ല, താലികെട്ട് ഒഴിവാക്കാൻ ശാസ്ത്രികൾ പറഞ്ഞ നിലയ്ക്ക് പരിഹാരക്രിയകളും ചെയ്യേണ്ടതുണ്ട്. പ്രഭ അമേരിക്കയിൽ നിന്ന് വരുന്നത്
നുള്ളിപ്പിടിച്ച ആദ്യമായിട്ടായിരിക്കും. പ്രഭ വന്ന ഒന്നിനും സമയമില്ലെന്ന കാര്യം ആരും മറക്കണ്ട. ആ വിഷയം ഇപ്പൊ സംസാരിക്കണ്ട. അല്ല, കവിത അപ്പച്ചി വന്നില്ലേ? ഞാൻ വിളിച്ചിരുന്നു. ആ, ഞാനിവിടെ ഉണ്ട്. എന്താ സഞ്ജു? അപ്പച്ചിയോട് ഞാൻ ഓഫീസിൽ വെച്ച് സൂചിപ്പിച്ച കാര്യം തന്നെയാ. മുത്തച്ഛനോട് സംസാരിക്കണം. എന്താടാ മോനെ? ദുബായിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള ആലോചനയാച്ചാ. അത് നല്ല കാര്യമില്ലേ? പക്ഷെ നമ്മുടെ ഫിനാൻഷ്യൽ സൈഡ് അതിന് പറ്റുന്നതല്ല. 3 months കഴിയാതെ അത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരില്ല. ഞാനത് സഞ്ജുവിനോട് പറഞ്ഞത്. 100 CR വേണം. വരവ് കണ്ടുള്ള ചെലവ് മതി മോനെ. നമ്മുടെ അക്കൗണ്ടിൽ തൊടാതെ ഷെയർ വാങ്ങാൻ കഴിഞ്ഞാലോ? അങ്ങനെ വേണ്ടെന്ന് വെക്കണോ? സ്വാതി പറയുന്നത് നമ്മുടെ 25% ഷെയർ വിൽക്കാവുന്ന. അങ്ങനെ ചെയ്താ ദുബായ് കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങാം. ഞാൻ കരുതിയ പോലെ അല്ലല്ലോ നീ. ഇങ്ങനൊരു ചിന്ത എനിക്കും പോയില്ല. ഇതിലിത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു? വാങ്ങാൻ കയ്യിൽ കാശില്ലെങ്കിൽ വിൽക്കാൻ എന്തുണ്ടെന്നല്ലേ നമ്മൾ ആലോചിക്കാറ്. ഒരു കോമൺ ഫാക്ട്. 25% ഷെയർ വിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്ന എന്റെ അഭിപ്രായം. മുത്തച്ഛൻ്റെതാ ഫൈനൽ ഡിസിഷൻ. നാളിതുവരെ ഷെയർ വാങ്ങിയ ചരിത്രമേ നമുക്കുള്ളൂ. പിന്നെ ഷെയർ മാർക്കറ്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കട്ടെ. എന്താ അമ്മു? പായസം. പായസോ? കണ്ടില്ലേ, കൃത്യസമയത്ത് അമ്മ മധുരമായി വന്നത്. ഇന്ന് ഞാൻ അല്പം കഴിച്ചിട്ട് വന്നേ ബാക്കി കാര്യം. ഇതെന്തോ മോളെ, പകുതിയേ ഉള്ളല്ലോ. മുത്തശ്ശന് അത്രേ കഴിക്കാവൂ. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു മോളെ. അത് തന്നെ കൂടുതലാ. നീ ഓടി. പായസത്തിന്റെ കാര്യമേ മറന്നുപോയതാ. എനിക്ക് വിശ്വാസമായി മോനെ, എല്ലാം നല്ലതിനായിരിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കില്ല ശ്രീദേവി. വണ്ടി തുടങ്ങാൻ മാത്രം ഏതാണ് ഇറങ്ങി വേണം. ഞാൻ തന്നെയാടാ, പത്തരക്കണ്ടി അലക്സ്. അലക്സോ? അലക്സ് വണ്ടി മാറിയത് ഞാൻ അറിഞ്ഞില്ല. ദിനേശനെ അറിയിക്കാൻ വിട്ടുപോയി. അലക്സിന് ഈ ക്ലബിൽ മെമ്പർഷിപ്പ് ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മെമ്പർഷിപ്പ് എടുത്തതേ കാലപുരിക്ക. നിന്നെ തപ്പി ഇറങ്ങിയതാടാ ഞാൻ. എന്റെ ആളുകളെ ക്ലബിൽ വെച്ച് കണ്ടിട്ടല്ലേ നീ തടിയൂരി പോവാൻ നോക്കിയത്. അലക്സേ, എനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടെ തരണം. മുതലും പലിശയും ചേർത്ത് വാങ്ങിച്ച കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും. കുറച്ച് കാശ് വരാനുണ്ട്. ഇനി ഒരവധിയും നിനക്ക് തരാനില്ല ദിനേശ. നിന്റെ ഈ വണ്ടി കൊണ്ടുപോയാലും നീ വാങ്ങിയ 10 ലക്ഷത്തിന് മുതലാകുകയില്ല. നീ എന്റെ കൂടെ ഒന്ന് വണ്ടി കയറാം, നമുക്കൊരു റൈഡിന് പോവാം.